അടുത്ത പുല്ലാങ്കുഴൽ അല്ലെങ്കിൽ ഫ്ലൂട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ സരളി വരിശകൾ അല്ലെങ്കിൽ സ്വരാവലികൾ അല്ലെങ്കിൽ ഈ സംഗീതത്തിൻ്റെ ആദ്യ പാഠത്തിൻ്റെ എക്സസൈസുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ സരളി വരിശകൾ ആദ്യം സാധം ചെയ്യുന്ന അരോണം കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്നത് സ രി സ രി സ രി ഗ മ. ഒന്നുകൂടി പറയാം. സ രി സ രി 4, സ രി ഗ മ 4. അപ്പോൾ 8ആയി. സ പ ധ നി സ. സരി 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 ഗ മ സരി ഗ മ പ ധ നി സ. സരി 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 ഗ മ സരി ഗ മ പ ധ നി സ. സെയിം അതുപോലെ താഴേക്ക് വരിക, അവരോഹണത്തിലേക്ക് സാധാരണ ചെയ്യുക. സാനി 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 ദ പ. ഒന്നുകൂടി പറയാം. താഴേക്ക് വരുന്നത് സാനി 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 ദ പ. അപ്പം 4 4 8 4 4 8. സാനി ദ പ മഗരിസ. സാനി 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 ദ പ. അത് ഒരു ലൈനാണ്. സാനി 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 ദ പ സാനി ദ പ മഗരിസ. ഇനി അതിനെ ചേർത്ത് പറയാം. അങ്ങനെ ഫസ്റ്റ് തൊട്ട് സാരി 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 ഗ മ ഒരു ലൈൻ. സാരി ഗ മ പ ധ നി സ രണ്ടാമത്തെ ലൈൻ. മൂന്നാമത്തെ തിരിച്ച് താഴേക്ക് വരുന്നത് സാനി 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 ദ പ സാനി ദ പ മഗരിസ. ഇപ്പോഴും ആദ്യ താളം 4 4 4 എന്നുള്ള കണക്കിൽ പോകും. അതാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു ലൈനിൽ പ്രാക്ടീസ് ചെയ്താൽ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പം ഇത് മനസ്സിലായി കാണുന്നു വിശ്വസിക്കുന്നു. ഇനി ഇതിന് വായിക്കുന്നത്, ഫ്ലൂട്ട് വായിക്കുന്നത് ഞാൻ വളരെ സ്ലോ ആയിട്ട് വായിക്കാം. ആദ്യത്തെ ഇപ്പം ആദ്യം നമ്മൾ നന്നാല് കാര്യം വെച്ച് പഠിച്ചു, അത് ടൈമിങ്ങിനെ ബേസ് ചെയ്ത് വന്നു. ഇനി എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത്രയും കാര്യമായിട്ട് ആവശ്യമില്ല. സാരി 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 ഗമ എന്നുള്ള ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മതി. അതെങ്ങനെയാണ് ഫ്ലൂട്ടിൽ പ്രാക്ടീസ് വായിക്കേണ്ടതെന്ന് കാണിക്കാം. ഇതൊരു ലൈൻ. ഇനി അടുത്ത നെക്സ്റ്റ് ലൈൻ. രണ്ടാമത്തെ ലൈൻ കഴിഞ്ഞു. മൂന്നാമത്തെ ലൈൻ. സാനി 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 ദപ്പ. ഇനി തിരിച്ച് അവരോണം വായിക്കുക. സാനി ദപ്പ മഗരീസ. ഒന്നുകൂടി വായിക്കാം. ഇനി ഇതിൻ്റെ രണ്ടാം കാലം ഇതിൻ്റെ ഒരിരട്ടിയായിട്ട് പ്രാക്ടീസ് ചെയ്യും. രണ്ടാം കാലം ഞാൻ വായിക്കാം. ഒന്നുകൂടി വായിക്കാം.
അടുത്ത മൂന്നാം കാലം 1, 1ൻ്റെ ഇരട്ടി, അതിൻ്റെ 8 ഇരട്ടി, മൂന്നാം കാലം അപ്പോൾ വായിക്കാം. ഇനി അടുത്ത നാലാം കാലം പ്രാക്ടീസ് ചെയ്ത് വായിക്കാം. നല്ല പ്രാക്ടീസ് ചെയ്ത് വായിക്കാൻ പറ്റും, തീർച്ചയായിട്ടും വായിക്കാം. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇപ്പോൾ ഇത്രയും പ്രാക്ടീസ് ചെയ്യുക. സരിഗമ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സരളി പരീക്ഷകളുടെ ഒന്നാമത്തെ ലെസൺ പാഠം. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ രണ്ടാമത്തെ പാഠം. ഓക്കെ.